ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് 88ാമത്തെ പേജിലെ ആക്ടിവിറ്റി 1 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിയർ ആർ സം വേർഡ്സ്, ദേ ഡിനോട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വിൻഡ്. ലുക്ക് അപ്പ് എ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഓഫ് ദ വേർഡ്സ് ഗിവൺ ബിലോ. ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പദങ്ങൾ സ്റ്റോം, ബ്രീസ്, ടെമ്പസ്റ്റ്, ഹറിക്കെയിൻ. അപ്പോൾ ഈ 4 പദങ്ങളുടെ മീനിങ്, ഇംഗ്ലീഷ് മീനിങ്, മലയാളം മീനിങ്ങും നിങ്ങൾ ഡിക്ഷണറി നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാം. അതിൻ്റെ ഒറ്റവാക്ക് അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, ബ്രീസ് ഇളം കാറ്റ്, ടെമ്പസ്റ്റ് കഠിനമായ കൊടുങ്കാറ്റ്, പിന്നെ ഹറിക്കെയിൻ അത് ചുഴലിക്കാറ്റ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് നിങ്ങളൊന്ന് ഡിക്ഷണറി നോക്കിയിട്ട് കണ്ടെത്തണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അടിയിൽ യു ഹാവ് ഐഡൻറ്റിഫൈഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിൻഡ് യൂസിങ് ദ 4 വേർഡ്സ് ഗിവൺ അബോവ്. പ്രിപ്പയർ എ ക്രോസ് വേർഡ് പസിൽ. അപ്പോൾ നമ്മളോട് പറയാണ് ഇത്, നിങ്ങൾ പല വിധത്തിലുള്ള കാറ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ? പിന്നെയോ യൂസിങ് ദ 4 വേർഡ്സ് ഗിവൺ അബോവ്, മുകളിൽ കൊടുത്തിട്ടുള്ള ഈ 4 പദങ്ങൾ സ്റ്റോം, ബ്രീസ്, ടെമ്പസ്റ്റ്, ഹറിക്കെയിൻ, ഈ 4 പദങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്രോസ് വേർഡ് പസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇവിടെ കണ്ടോ, ക്രോസ് വേർഡ് പസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രോസ് വേർഡ് പസിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്രോസ് ഇങ്ങനെ നേരെയായിട്ടുണ്ടാവും, പിന്നെ അടിയിലേക്കും ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇവിടെ എഴുതിയിട്ടുണ്ട് എക്രോസ്, ഡൗൺ. എക്രോസ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ നേരെയായിരിക്കും ഇങ്ങനെ. ഇനി ഡൗൺ എന്നുള്ള പദങ്ങൾ ഇങ്ങനെ അടിയിലോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പദങ്ങളൊന്ന് കണ്ടെത്താം. അപ്പോൾ ഇവിടെ എക്രോസ് എന്നുള്ളതിൽ 1 അല്ലേ? ഇവിടെ എഴുതാനുള്ളതാണ് 1. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് അവസാനത്തെ പദം, നമുക്കൊരു സൂചനയുണ്ട്. അവസാനത്തെ ലെറ്റർ ഇ എന്നാണ്. അപ്പോൾ ഇ കൊണ്ട് അവസാനിക്കുന്ന ഇത്രയും 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റേഴ്സ് ഉണ്ട്. അതേതാണുള്ളത്? ഇവിടെ ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത് ഹറിക്കെയിൻ ആണ് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഹറിക്കെയിൻ്റെ അവസാനത്തെ ലെറ്റർ ഇ ആണ് താനും. അപ്പോൾ ഹറിക്കെയിൻ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം. രണ്ടാമത്തേതും അക്രോസിൽ ഏതാണ്? ഇവിടെയാണ് രണ്ടാമത്തെ അക്രോസ് വരേണ്ടത്. അത് നമുക്കറിയാം, അവിടെ എന്താണ് അവസാനത്തതിൽ നിന്ന് 3ാമത്തെ ലെറ്റർ ഇ എന്നാണ്. അത് ഏതാണ്? അപ്പോൾ അങ്ങനെയുള്ള പദം ഏതാണ് ഇതിലുള്ളത്? അത് ടെമ്പസ്റ്റ് എന്നാണ് അല്ലേ? അവസാനത്തതിൽ നിന്നും 1, 2, 3ാമത്തത് ഇ ആണ്. ടെമ്പസ്റ്റ് എന്നാണ്. അപ്പോൾ ടെമ്പസ്റ്റ് എന്ന് ഇവിടെ എഴുതാം. ഇനി ഡൗൺ എന്നുള്ള ഭാഗത്ത് 3ാമത്തേതായിട്ട് വരുന്നത് ഇവിടെ 3ാമത് ഡൗൺ എന്നുള്ളതിൽ ഇവിടെ ഇങ്ങനെ അടിയിലോട്ടാണ് വരേണ്ടത്. അതിൽ 3ാമത്തെ ലെറ്റർ ഇ എന്നതാണ്. അപ്പോൾ അതേതായിരിക്കും? ബ്രീസ് അല്ലേ? ബ്രീസ് എന്ന പദമാണ് ഇവിടെ. ബ്രീസ് എന്ന പദമാണ് എഴുതാനുള്ളത് 3ാമത്തേത്. ഇനി 4ാമത്തേത് നമുക്കറിയാം. ഇനി ശേഷിക്കുന്നത് ഏതാണ്? ഓക്കെ, സ്റ്റോം അല്ലേ? ഇവിടെ സ്റ്റോം എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ക്രോസ് വേർഡ് പസിൽ നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 89ാമത്തെ പേജിൽ ആക്ടിവിറ്റി 2ൽ നമുക്കൊന്ന് വായിച്ച് നോക്കാം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാനാണ് പറയുന്നത്. ഇറ്റ് വാസ് ദ സീസൺ ഓഫ് റെയിൻ. അത് ഒരു മഴക്കാലമായിരുന്നു. ലില്ലി ആൻഡ് ബേബി വേർ ഓൺ ദെയർ വേ ടു സ്കൂൾ. ലില്ലിയും ബേബിയും അവർ സ്കൂളിലേക്കുള്ള വഴിയിലായിരുന്നു. ഇറ്റ് മേ റെയിൻ സൂൺ, ലില്ലി സെഡ്. അപ്പോൾ ലില്ലി പറഞ്ഞു, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ബേബി ലുക്ക്ഡ് അപ്പ്. ബേബി മുകളിലേക്ക് നോക്കി. ദ സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്.
അപ്പോൾ മേഘം മുകളിൽ ആകാശം എന്ത് ചെയ്തിട്ടുണ്ട്? മേഘങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്. എ സ്ട്രോങ് വിൻഡ് ബ്ലൂ, ഒരു ശക്തമായ ഒരു കാറ്റ് അടിച്ചു. ഇറ്റ് ബിഗാൻ ടു റെയിൻ, മഴ പെയ്യാൻ തുടങ്ങി. വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്, വെള്ളം എന്ത് ചെയ്തു? അതായത് ചളി കലർന്ന വെള്ളം വാസ് ഫ്ലോയിങ് ത്രൂ ദ റോഡ്, അതെന്ത് ചെയ്തു? റോഡിലൂടെ ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വിഷയം നോട്ട് ദ അണ്ടർലൈൻഡ് ഫ്രേസസ് ഇൻ ദ പാസേജ്. ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള അണ്ടർലൈൻ ചെയ്ത ഫ്രേസസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണത്? സീസൺ ഓഫ് റെയിൻ, സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്, വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്, അല്ലേ? ദ ഫ്രേസ് ദ സീസൺ ഓഫ് റെയിൻ, ഇവിടെ സീസൺ ഓഫ് റെയിൻ എന്ന് പറയുന്ന ഈ ഫ്രേസ് ക്യാൻ ബി റീപ്ലേസ്ഡ്, അത് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. എങ്ങനെ? ആസ് റെയിനി സീസൺ. ഇവിടെ സീസൺ ഓഫ് റെയിൻ എന്ന് പറയുന്നതിന് പകരം ചുരുക്കിയിട്ട് റെയിനി സീസൺ എന്ന് നമുക്ക് എഴുതാൻ കഴിയും, അല്ലേ? അപ്പോൾ നമ്മോട് പറയാണ് രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്, അല്ല അർത്ഥം ഒന്ന് തന്നെയാണ്. ദ സീസൺ ഓഫ് റെയിൻ മഴക്കാലം, റെയിനി സീസൺ മഴയുള്ള കാലം, അതന്നെ അതേ അർത്ഥം, ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മോട് പറയാണ് നൗ റീറൈറ്റ് ദ ടു അതർ അണ്ടർലൈൻഡ് ഫ്രേസസ് ആസ് ഷോൺ അബോവ്. ഇവിടെ ദ സീസൺ ഓഫ് റെയിനെ റെയിനി സീസൺ എന്ന് മാറ്റി എഴുതിയതുപോലെ സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ് എന്ന ഫ്രേസിനെയും വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ് എന്ന ഫ്രേസിനെയും നമുക്ക് മാറ്റി എഴുതണം. നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? ഇവിടെ നമുക്ക് മനസ്സിലാകും. ഇവിടെ നമുക്ക് സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ് എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്ലൗഡി സ്കൈ എന്ന് എഴുതാൻ കഴിയും. അതുപോലെ വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്, അതായത് ചെളി കലർന്ന വെള്ളം എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഡി വാട്ടർ എന്നും എഴുതാൻ കഴിയും. ഓക്കെ, നിങ്ങളതിനെ എഴുതിയിട്ട് മനസ്സിലാക്കുക. ഇനി ആക്ടിവിറ്റി 3. ഐ ഹാവ് എ ടോക്കിംഗ് പാരറ്റ്, ജീന സെഡ്. ജീന പറഞ്ഞു എനിക്കൊരു സംസാരിക്കുന്ന തത്തയുണ്ട്. ബിനു ആൻഡ് മുബീന വെൻ ടു ജീനാസ് ഹൗസ്. ബിനുവും മുബീനയും ജീനയുടെ വീട്ടിലേക്ക് പോയി. ദേ സോ എ പാരറ്റ്, ഇറ്റ് കുഡ് സ്പീക്ക്. അവിടെ ചെന്നപ്പോൾ ഒരു തത്തയെ കണ്ടു, അതിന് സംസാരിക്കാൻ കഴിയും. ഇറ്റ് ഈസ് ആൻ ഇംഗ്ലീഷ് പാരറ്റ്, ജീന സെഡ്. അപ്പോൾ ജീന പറഞ്ഞു ഇതൊരു ഇംഗ്ലീഷ് പാരറ്റാണ്, തത്തയാണെന്ന്. മേക്ക് ഇറ്റ് സ്പീക്ക്, അത് സംസാരിപ്പിക്ക്, മുബീന സെഡ്. മുബീന പറഞ്ഞു അതിനെ സംസാരിപ്പിക്ക്. അപ്പോൾ ജീനയോടാണ് പറയുന്നത്. വാട്ട് ഈസ് യുവർ കളർ? അപ്പോൾ ജീന ആസ്ക്ഡ് ഹെർ പാരറ്റ്. അപ്പോൾ ജീന അവിടെ തത്തയോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ കളർ, എന്താണ് നിൻ്റെ നിറം? ഐ ആം ഗ്രീൻ, ദ പാരറ്റ് റിപ്ലൈഡ്. അപ്പോൾ ആ തത്ത മറുപടി പറഞ്ഞു ഞാൻ പച്ച നിറമാണ്. വൗ, ഇറ്റ്സ് റിയലി ആൻ ഇംഗ്ലീഷ് പാരറ്റ്. ഇത് തീർച്ചയായിട്ടും ഒരു ഇംഗ്ലീഷ് തത്തയാണ്. ബിനു ആൻഡ് മുബീന സെറ്റ് ടുഗദർ. ബിനിയും മുബീനയും ഒപ്പം പറഞ്ഞു. ദേ വെൻ നിയർ ദ പാരറ്റ് ആൻഡ് സ്ട്രെച്ച്ഡ് ദെയർ ഹാൻഡ്സ് ടു ടച്ച് ഇറ്റ്. ബിനിയും മുബീനയും എന്ത് ചെയ്തു? അവർ ആ തത്തയുടെ അടുത്തേക്ക് പോയി, എന്നിട്ട് അവരുടെ കൈകൾ നീട്ടി. ലിസൺ ഫ്രണ്ട്സ്, കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. ഇഫ് യു ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ആംഗ്രി, അതിനെന്ത് ചെയ്യും? ദേഷ്യം വരും. ആൻഡ് പെക്ക് യു, നിങ്ങളെ കൊത്തുകയും ചെയ്യും. ബിനു ആൻഡ് മുബീന വർ വറീഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബിനുവും മുബീനയും വിഷമത്തിലായി. ദേ ഡിഡ് നോട്ട് നോ ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് മുബീനക്കും പിന്നെയോ ബിനുവിനും അറിയില്ല. ഐ ക്യാൻ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം. സീ വാട്ട് ഐ ആസ്ക്, നിങ്ങൾ നോക്ക് ഞാൻ എന്താണ് ചോദിക്കുന്നതെന്ന്. ജീന സെറ്റ്, ജീന പറഞ്ഞു. ജീന, അപ്പോൾ ജീന ചോദിക്കുകയാണ് വേർ ഈസ് യുവർ മദർ, എവിടെയാണ് എൻ്റെ അമ്മ? പാരറ്റ്, അപ്പോൾ തത്ത പറഞ്ഞു മൈ മദർ ഈസ് ഇൻ ലണ്ടൻ, എൻ്റെ അമ്മ ലണ്ടനിലാണ് ഉള്ളത്. ജീന ചോദിച്ചു. മുബീന, നോ ഇറ്റ്സ് യുവർ ടേൺ. ഇത് നിൻ്റെ സമയമാണ്, നീ ചോദിക്കുക, നീയാണ്. ഹൂ ആർ യു, നീ ആരാണ്? മുബീന ആസ്ക്ഡ് ഇൻ എ ലോ വോയിസ്. മുബീന ഒരു പതിയെ ചെറിയ സ്വരത്തിൽ ചോദിച്ചു. ദ പാരറ്റ് വാസ് ഹാപ്പി. ആ സമയത്ത് തത്ത വളരെ സന്തോഷവാദിയായി. ഇറ്റ് റിപ്ലൈഡ്, അത് മറുപടി പറഞ്ഞു. ഐ ആം എ പാരറ്റ്, ഞാനൊരു തത്തയാണ്. ഓ ദാറ്റ്സ് ഗുഡ്, അത് നന്നായി. കമോൺ ബിനു, നൗ യു ട്രൈ. ബിനു നീ ഒന്ന് ചോദിക്ക്.
Can you help Binu frame some questions? Make use of the tips given in the table. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബിനുവിന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എന്ത് ചെയ്യുക, അത് ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ ടേബിളിൽ തന്നിട്ടുള്ള ടിപ്സ് ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ്ക് അബൌട്ട് എന്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കേണ്ടത്? പേരിനെ കുറിച്ച് ചോദിക്കണം, സ്ഥലത്തെക്കുറിച്ച് ചോദിക്കണം, പ്രവൃത്തിയെക്കുറിച്ച് ചോദിക്കണം, കാരണത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച്, മൂഡ് എന്ന് പറഞ്ഞ വികാരത്തെക്കുറിച്ചൊക്കെ ചോദിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെയാണ് എഴുതാനുള്ളത്. അപ്പോൾ തത്തയുടെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം വായിച്ചിട്ട് വേണം ഇവിടെ ചോദ്യം എഴുതാൻ. ഐ ആം ട്വീറ്റി. അപ്പോൾ ഇവിടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്, ട്വീറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഐ ആം ട്വീറ്റി എന്ന് പറഞ്ഞാൽ ട്വീറ്റി എന്നത് പേരാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് യുവർ നെയിം അല്ലേ? രണ്ടാമത്തെ ഉത്തരം നോക്കാം. ഐ ആം ഇൻ എ കേജ്. ഞാനൊരു കൂട്ടിലാണ്. അപ്പോൾ സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? വേർ ആർ യു നൗ? നീ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ? ഐ ആം ഇൻ എ കേജ്. ഞാനൊരു കൂട്ടിലാണ്. മൂന്നാമത്തത് ആക്ഷനാണ്, അതായത് പ്രവൃത്തിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? നീ എന്താണ് ചെയ്യുന്നത് എന്നല്ലേ? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? അതുപോലെ അടുത്തത് തത്തയുടെ ഉത്തരം ഐ ആം സാഡ് ബിക്കോസ് ഐ ഹാവ് നോ ഫ്രണ്ട്സ്. ഞാൻ വളരെ ദുഃഖത്തിലാണ്, കാരണം എനിക്ക് കൂട്ടുകാരില്ല അല്ലേ? അപ്പോൾ കാരണമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്താണ് ചോദ്യം ചോദിക്കുക? വൈ ആർ യു സാഡ്? നീ എന്താണ് ദുഃഖിതയായിരിക്കുന്നത്? ഇനി ഇറ്റ് ഈസ് ഇൻ ഒക്ടോബർ. സമയത്തെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണ്? അത് ഒക്ടോബറിലാണ് എന്നാണ് ഉത്തരം തന്നിട്ടുള്ളത്. അപ്പോൾ വെൻ ഈസ് യുവർ ബർത്ത്ഡേ അല്ലേ? അപ്പോൾ നിന്റെ ബർത്ത്ഡേ എന്നാണെന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത് വികാരത്തെക്കുറിച്ച്, മൂഡിനെ കുറിച്ചാണ്. ഐ ആം നോട്ട് ഫൈൻ എന്നാണ് പറയുന്നത്. ഞാൻ സുഖത്തിലല്ല, അല്ലെങ്കിൽ സന്തോഷത്തിലല്ല എന്നർത്ഥം. അപ്പോൾ ഹൗ ആർ യു എന്നാണ് ഇവിടെ ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ചോദിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത്, യു ക്യാൻ ഓൾസോ റോൾ പ്ലേ ദിസ് ആക്ടിവിറ്റി ഇൻ ദ ക്ലാസ് റൂം. റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓൺ പ്ലക്കാർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ല, സാധാരണഗതിയിൽ സ്കൂളിലാണെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് പറയുന്നത് അല്ലേ? അതായത് ആക്ടിവിറ്റിയാണ്, അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. നിങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ എഴുതുക. എവിടെ? ഓൺ പ്ലക്കാർഡ്സ്. ഇവിടെ കുട്ടികൾ പിടിച്ചതുപോലെയുള്ള പ്ലക്കാർഡുകളിൽ. എന്നിട്ടോ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് യുവർ ഫ്രണ്ട്സ്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുക. എന്നിട്ടോ മാച്ച് ദ പ്ലക്കാർഡ്സ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് യുവർ നെയിം എന്ന പ്ലക്കാർഡ് ഇവിടെ പിടിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യണം? ഐ ആം ട്വീറ്റി എന്ന് പറയുന്നത് പോലെ. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂട്ടുകാർക്ക് കൊടുക്കുക. എന്നിട്ട് മാച്ച് ദ പ്ലക്കാർഡ്. എന്നിട്ട് പ്ലക്കാർഡുകൾ തമ്മിൽ യോജിപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. Those who got the placards with questions would form one group. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ എഴുതിയ പ്ലക്കാർഡ് കിട്ടിയ കുട്ടികളുണ്ടല്ലോ, അവരൊരു ഗ്രൂപ്പ് ആക്കുക. ആൻഡ് ദ റെസ്റ്റ് വുഡ് ഫോം അനദർ. ഉത്തരങ്ങൾ കിട്ടിയ പ്ലക്കാർഡുകൾ കിട്ടിയ കുട്ടികളെ മറ്റൊരു ഗ്രൂപ്പ് ആക്കുക. നോ ഫിൽ ദ ഗ്യാപ്സ് ഇൻ ദ പ്ലക്കാർഡ്സ് യൂസിങ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ്, വേർഡ്സ് ഓർ ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കുറച്ച് പ്ലക്കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പ്ലക്കാർഡ്, ആൻസർ പ്ലക്കാർഡ്. ഇതൊക്കെ പ്ലക്കാർഡാണ് കേട്ടോ. 1, 2, 3, 4, 5 കുറേ പ്ലക്കാർഡുകളുണ്ട്. ഇത് കള്ളിയല്ല, ഇത് പ്ലക്കാർഡാണ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ പ്ലക്കാർഡ്സും ആൻസർ പ്ലക്കാർഡ്സും. അപ്പോൾ ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഉത്തരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ പ്ലക്കാർഡുകൾ എന്താണ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നൗ ലെറ്റ് ദ ഗ്രൂപ്പ്സ് സ്റ്റാൻഡ് ഫേസ് ടു ഫേസ്. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് നിൽക്കുക. എന്നിട്ടോ ദ മെമ്പേഴ്സ് ഫ്രം ദ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുകൾ ക്യാൻ കം ഫോർവേഡ്. അവർ മുന്നോട്ട് വരിക. എന്നിട്ടോ ആൻഡ് ആസ്ക് ദ ക്വസ്റ്റ്യൻസ് 1 by 1.
ഓരോരുത്തരായിട്ട് ചോദ്യം ചോദിക്കുക. ദ മെമ്പേഴ്സ് ഫ്രം ദ ആൻസർ ഗ്രൂപ്പ്, അപ്പോൾ ഈ ആൻസർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ക്യാൻ കം ഫോർവേഡ് വിത്ത് ആപ്റ്റ് ആൻസർ, ഈ ആൻസേഴ്സ്, ഈ ചോദ്യം ചോദിച്ച അതിനോടുള്ള ആപ്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതിയ പ്ലക്കാർഡുമായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഉത്തരവും പറയുക. അങ്ങനെയാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്ലക്കാർഡ്സ് ഇവിടെ ഉണ്ട്. അതിൽ നോക്കാം, ഇവിടെ ഡാഷ് ആർ യു ഹാപ്പി അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ബിക്കോസ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ എന്താണ്, എന്തുകൊണ്ടാണ്, വൈ ആർ യു ഹാപ്പി, ഇനി എന്തുകൊണ്ടാണ് സന്തോഷവാനായിരിക്കുന്നത്, ബിക്കോസ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. രണ്ടാമത്തത്, ഡാഷ് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ വിച്ച് എന്നാണ് ഏത് എന്നുള്ളതിന്. അപ്പോൾ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഐ ആം സ്റ്റഡിയിങ് ഇൻ സ്റ്റാൻഡേർഡ് 5 അല്ലേ. അടുത്തത്, ഡാഷ് ഡു യു ഗോ ടു സ്കൂൾ, ഉത്തരം നോക്കാം, ഐ ഗോ ടു സ്കൂൾ ബൈ ഡാഷ്. അപ്പോൾ ഹൗ ഡു യു ഗോ ടു സ്കൂൾ, നീ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് അല്ലേ, ഞാൻ ബസ്സിലൂടെയാണ് പോകുന്നത്. പിന്നെയോ, ഡാഷ് ആർ യു ടുഡേ അല്ലേ. അപ്പോൾ ഹൗ ആർ യു ടുഡേ, ഇന്ന് എങ്ങനെയുണ്ട്, ഐ ആം ഫൈൻ താങ്ക് യു, ഇന്ന് എനിക്ക് സുഖമാണ്. അടുത്തത്, ഡാഷ് ഫ്രണ്ട്സ് ഡു യു ഹാവ്, നിനക്ക് എത്ര കൂട്ടുകാരുണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എത്ര എന്നുള്ളതിന് ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്, നിനക്ക് എത്ര കൂട്ടുകാരുണ്ട്, ഐ ഹാവ് 3 ഫ്രണ്ട്സ് 4 ഫ്രണ്ട്സ് എന്നൊക്കെ എഴുതാം. ഇനി അടുത്തത്, ഡാഷ് ആർ യുവർ ഹോബീസ്, എന്തൊക്കെയാണ് നിൻ്റെ ഹോബികൾ അല്ലേ. അപ്പോൾ വാട്ട് ആർ യുവർ ഹോബീസ്, എന്താണ് നിൻ്റെ ഹോബീസ്, മൈ ഹോബീസ് ആർ റീഡിങ് ആൻഡ് ഗാർഡനിങ് എന്നോ അല്ലെങ്കിൽ റീഡിങ് ആൻഡ് പ്ലേയിങ്ങോ എന്തെങ്കിലുമൊക്കെ എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം. അടുത്തത്, ഡാഷ് വിൽ യു ഗോ ടു സ്കൂൾ എന്നാണ് ചോദിക്കുന്നത്. അതായത് എപ്പോഴാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്, വെൻ എന്നാണ് ഇവിടെ എഴുതേണ്ടത്, എപ്പോൾ എന്ന് അർത്ഥം വരുന്ന. വെൻ വിൽ യു ഗോ ടു സ്കൂൾ, എപ്പോഴാണ് നീ സ്കൂളിലേക്ക് പോവുക, അപ്പോൾ അറ്റ് 8 o'clock അല്ലേ, അതായത് 8 മണിക്കാണ്, ഇൻ ദ മോർണിംഗ്, രാവിലെ. അടുത്തത്, ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്, അപ്പോൾ നിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് എന്നുള്ളതിന് എന്തെന്ന് അർത്ഥം വരുന്ന വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്, നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് ഇംഗ്ലീഷ് എന്ന് എഴുതാം. അടുത്തത്, ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്, അപ്പോൾ ആരാണ്, ആര് എന്നുള്ള അർത്ഥം വരുന്ന വു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ. അപ്പോൾ ഡാഷ് ഈസ് മൈ ഫേവറേറ്റ് ആക്ടർ എന്നുള്ളിടത്ത് മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറുടെ പേര് എഴുതി കൊടുക്കുക. അടുത്തത്, ഓൾഡ് ആർ യു എന്നാണ്, ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ വയസ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ വയസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹൗ ഓൾഡ് ആർ യു, എനിക്ക് എത്ര വയസ്സുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഐ ആം 10 years old, എനിക്ക് 10 വയസ്സുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റികൾ ഇതുവരെ പറഞ്ഞത് അതുപോലെ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.